സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം. മൃതസഞ്ജീവനിയെക്കുറിച്ചും ശുക്രാചാര്യരെക്കുറിച്ചുമുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശുക്രാചാര്യർ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു എന്ന യാഥാർത്ഥ്യം ഏതാണ്ട് എൻ്റെ കേൾവിക്കാർക്കൊക്കെ ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരാൾ ഒരു മനുഷ്യനായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് ആദ്യം വേണ്ടത് അദ്ദേഹം എവിടെ ജനിച്ചു, ഏത് നാട്ടുകാരനാണ്, എന്നിട്ട് വേണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ സ്ഥാപിക്കാൻ. ശുക്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ ഒരു പ്രശ്നമാണ്. കാരണം ഭാരതത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിലാണ് ശുക്രാചാര്യർ ജന്മം കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, 3 യുഗങ്ങളായി തിരിച്ചിട്ടുള്ള കാലത്ത് 2ാം യുഗമായ നഗരയുഗത്തിലാണ് ശുക്രജനനം സംഭവിച്ചിട്ടുള്ളത് എന്ന്. അതിൻ്റെ കാരണം പോഞ്ഞിക്കൽ റാഫി വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതായത് 24ാം ശതകത്തിൽ, BC 24ാം ശതകത്തിൽ ഭാരതത്തിൽ അരങ്ങേറിയ ആദിമേന്ത്യൻ വിപ്ലവം അത് ലീഡ് ചെയ്തത് ശുക്രനായിരുന്നു എന്ന്. അദ്ദേഹം വെറുതെ പറയല്ല, അതിന് അദ്ദേഹത്തിൻ്റെതായുള്ള പ്രൂഫൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ സമർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആദിമേന്ത്യൻ വിപ്ലവം BC 24ാം ശതകത്തിൽ നടന്നത്, അതിന് നേതൃത്വം നൽകിയ ആൾ തീർച്ചയായിട്ടും അവിടെ ജനിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ ജീവിച്ചിട്ടുണ്ടായിരിക്കും, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരിക്കും എന്നുള്ളതിന് സംശയവുമില്ല. ഇമാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് യുധിഷ്ഠിരൻ നിർദ്ദിഷ്ടനായ രാജാവ് ഭീഷ്മാചാര്യരെ ചെന്ന് കണ്ട് ഭാരതത്തിലെ രാജ ഉൽപ്പത്തിയെക്കുറിച്ചും ഭരണോൽപ്പത്തിയെക്കുറിച്ചുമുള്ള അന്വേഷണത്തിൽ നിന്നാണ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, യുധിഷ്ഠിരൻ എന്തുകൊണ്ടാണ് ഇമാതിരി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നത്. അത് അദ്ദേഹത്തിന് ഒരു ബെനവലന്റ് രാജാവാകുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബെനവലന്റ് രാജാവാകുക എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന പല രാജാക്കന്മാരെ പോലെയും പ്രജകളെ മുഴുവൻ അടിച്ചമർത്തി അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും ഇല്ലാതാക്കി രാജാവിൻ്റെ ആൾക്കാർക്ക് മാത്രം സുഖമുണ്ടാക്കുക എന്ന ആ ഒരു ഭരണരീതിയല്ല യുധിഷ്ഠിരൻ ആഗ്രഹിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം നാളെയോ മറ്റന്നാളോ മരണം തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഭീഷ്മാചാര്യരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം ഭീഷ്മർ എന്ന് പറയുന്ന ആള് നിസ്സാരക്കാരനായ സാധാരണക്കാരനായ ഒരാളല്ല എന്നുള്ളതാണല്ലോ ഈ നമ്മുടെ ഇതിഹാസം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് ഏതവസരത്തിനും വേണമെങ്കിൽ മരിക്കാൻ കഴിയുമെന്നൊക്കെയാണല്ലോ, സ്വച്ഛന്ത മൃത്യു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഭീഷ്മാചാര്യരുടെ അടുത്ത് ചെന്നാണ് യുധിഷ്ഠിരൻ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നത്. യുധിഷ്ഠിരൻ ഏത് തരത്തിലാണ് താൻ രാജ്യം ഭരിക്കേണ്ടത് എന്ന് സങ്കല്പിച്ചുണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അറിവ് നേടുന്നത്. ഭീഷ്മനാകട്ടെ വളരെയധികം പ്ലീസ്ഡാവാണ്. കാരണം വരാനിരിക്കുന്ന രാജാവെങ്കിലും തീർച്ചയായിട്ടും പ്രജാക്ഷേമം ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യം വരുന്നുണ്ട്. ഇതിന് മുന്നേ തന്നെ യുധിഷ്ഠിരനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണല്ലോ ഭീഷ്മാചാര്യർ. പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ഉത്തമനെന്ന് ഭീഷ്മർക്ക് ഉറപ്പുള്ള ആളാണ് യുധിഷ്ഠിരൻ. അപ്പോൾ ആ യുധിഷ്ഠിരനോട് ഭാരതത്തിൻ്റെ പ്രാചീന ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യവുമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്
നമ്മളിപ്പോൾ സംഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഭീഷ്മ പറയുകയാണ്, യുധിഷ്ഠിര, ഭാരതത്തിൽ ആദ്യമായിട്ട് ജനവാസമുണ്ടായത് ദാ ഈ സിന്ധു നദിയുടെ തീരത്താണ് എന്നാണ്. സിന്ധു നദിയുടെ തീരത്താണ് ഭാരതത്തിൽ ആദ്യമായി ജനവാസമുണ്ടായത്, മനുഷ്യരുണ്ടായത് എന്നാണ്. മറ്റൊരു സ്ഥലത്തും മനുഷ്യരുണ്ടാവുന്നതിനേക്കാൾ മുൻപേ തന്നെ സിന്ധു നദീ തീരത്ത് ജനവാസം ഉണ്ടായിരുന്നു. അവിടെയാണ് രാജഭരണമൊക്കെ ഉണ്ടാവുന്നത് ആദ്യമായിട്ട്. ജനവാസമുള്ളിടത്താണല്ലോ രാജഭരണം ഉണ്ടാവേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നു. അതായത് ഭാരതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ജംബു ദ്വീപ് എന്നാണ് അക്കാലത്ത് ഭാരതത്തെ വിളിച്ചിരുന്നത്. ഉണ്ടായിരുന്നുവെങ്കിലും സിന്ധു നദിയുടെ തീരത്ത്, അതായത് സിന്ധു നദിയെ യയ്യാവതി നദി എന്നാണ് പറഞ്ഞിരുന്നത്. യയ്യാവതിയുടെ തീരത്താണ് മനുഷ്യരുണ്ടായത് എന്നാണ്. അപ്പോൾ ഭാരതത്തിന്റെ തീരത്താണ് മനുഷ്യർ ആദ്യമായിട്ട് ഭാരതീയർ എന്ന് പറയാവുന്നവർ ഉണ്ടായത് എന്ന ഒരു പുതിയ ആശയം യുധിഷ്ഠിരന് കിട്ടുകയാണ്. ഇവിടെ ഒരു കാര്യം കൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഭീഷ്മാചാര്യര് അക്കാര്യം പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കും, ഭാരതത്തിലാണ്, സിന്ധു നദിയുടെ തീരത്താണ് മനുഷ്യോത്ഭവം ഉണ്ടായത് എന്ന്. അതല്ല, അങ്ങനെയല്ല. മനുഷ്യൻ ഉത്ഭവിച്ചത് എവിടെ നിന്നാണ് എന്നും കൂടെ നമ്മൾ അറിയണത്. മനുഷ്യോത്ഭവം സംഭവിക്കുന്നത് ഭാരതത്തിലെ യയ്യാവതി തീരത്താണോ? അല്ല, ഭാരതത്തിലെ യയ്യാവതി തീരത്താണ് ഭാരതീയ രാജ്യമായിട്ട് ഉദയം കൊള്ളുന്നത്, അല്ലെങ്കിൽ ജീവിച്ച് വളരാൻ തുടങ്ങിയത് എന്ന് മാത്രമാണ് അതിനർത്ഥമുള്ളൂ. മറിച്ച് ആരാണ് ഭൂലോകത്ത് എവിടെയാണ് ആദ്യമായിട്ട് മനുഷ്യരുണ്ടായത്? എവിടെ നിന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ യയ്യാവതി തീരത്തേക്ക് മനുഷ്യർ എത്തിപ്പെട്ടത്? അങ്ങനെ വേണമല്ലോ. അപ്പൊ ഭാരതത്തിൽ യയ്യാവതിയുടെ തീരത്തല്ല മനുഷ്യോത്ഭവമെങ്കിൽ, അപ്പൊ ഈ മനുഷ്യോത്ഭവം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോകമനുഷ്യനെ കുറിച്ച്, വിശ്വമനുഷ്യന്റെ ജനനത്തെക്കുറിച്ച് ഉള്ള അറിവിലാണ് നമ്മളിപ്പോഴുള്ളത്. അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അതായത് ഭാരതത്തിൽ യയ്യാവതിയുടെ തീരത്ത് അല്ല മനുഷ്യോത്ഭവം സംഭവിച്ചത്, മറിച്ച് എവിടെയാണ്? നമ്മുടെ പുരാണങ്ങൾ പറയുന്നതിൽ വേറെ ചില കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. പുരാണങ്ങൾ ഒരിക്കലും പറയുന്നില്ല യയ്യാവതിയുടെ തീരത്താണ് മനുഷ്യോത്ഭവം എന്ന്. പുരാണപ്രകാരം മനുഷ്യോത്ഭവം മറ്റു സ്ഥലത്ത് കൂടിയ വേറൊരു സ്ഥലത്താണ്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്, അതായത് മനുഷ്യൻ ഉത്ഭവിക്കുന്നത് പാൽക്കടലിൽ നിദ്ര കൊള്ളുന്ന, അല്ലെങ്കിൽ ശയിക്കുന്ന, അനന്തന്റെ മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾ കൊടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ആ താമരയുണ്ടല്ലോ, ആ പത്മത്തിൽ നിന്നകത്ത് നിന്നാണ്. അതായത് അത് ബ്രഹ്മാവായിട്ടാണ് സങ്കല്പിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം സൃഷ്ടിമന്ത്രം ജപിച്ച് ജലം വിറ്റിച്ചാണ് ആദ്യത്തെ മനുഷ്യൻ ഉണ്ടാകുന്നതെന്നാണ്. ഇത് പുരാണപരമായ ഒരു ആഖ്യാനമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പുരാണത്തിൻ്റെ ഭാഷ വളരെ വ്യത്യസ്തമാണ്. അത് ആലങ്കാരികമായ രീതിയിലൂടെയും ഹൈപ്പർബോളിക് ആയിട്ടുള്ള ലാംഗ്വേജും ഉപയോഗിച്ചുകൊണ്ടാണ് പുരാണങ്ങൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടൊരു ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവില്ല എന്താണ് ഈ പറയുന്നത്, എവിടെയാണ്, എങ്ങനെയാണ് ഈ മനുഷ്യോത്ഭവം ഉണ്ടായത് എന്ന്. അത് കണ്ടെത്തണമെങ്കിൽ അതിനേക്കാളൊക്കെ അധികം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള പണ്ഡിതന്മാരുണ്ടാവും വേണം. സാധാരണക്കാരന് സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ നമുക്കൊന്ന് ചരിത്രപരമായിട്ടൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ടല്ലോ. ചരിത്രപരമായിട്ട് എവിടെയാണ് ഈ മനുഷ്യോത്ഭവം സംഭവിച്ചിട്ടുള്ളത്? പുരാണപ്രകാരം അത് പാൽക്കടലിലാണ്, ക്ഷീരാബ്ധി, സപ്തസാഗര തീരം എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ആ സപ്തസാഗരത്തിൽ പെട്ടതാണ് ഈ പാൽക്കടൽ അല്ലെങ്കിൽ ക്ഷീരാബ്ധി എന്ന് പറയുന്നത്.
ഇനി നമുക്കറിയേണ്ടത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ചരിത്രകാരന്മാരെല്ലാവരും ഒബേ ചെയ്യുന്ന, അതിൽ കണ്ടെത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് എന്ന് പറയുന്നത് ഈ പാൽക്കടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷീരാബ്ദി എന്ന് പറയുന്നത് ആദ്യമായിട്ട് മനുഷ്യോത്ഭവം സംഭവിക്കുന്നു എന്ന് പറയുന്നത്, പാൽക്കടൽ എന്ന് പറയുന്ന കടൽ ഏതാണ്? അത് പേർഷ്യൻ ഉൾക്കടലാണ് എന്നാണ്. പേർഷ്യൻ ഉൾക്കടലിനെയാണ് പാൽക്കടൽ അല്ലെങ്കിൽ ക്ഷീരാബ്ദി എന്ന് പറയുന്നത്. സപ്തസാഗര തീരം എന്ന് പറയുന്നത് ഈ പേർഷ്യൻ ഉൾക്കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളാണ്. അതാ അപ്പോ ഇത് മധ്യ ഏഷ്യയിലുള്ള അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് ഈ പേർഷ്യൻ ഉൾക്കടൽ. അല്ലെങ്കിൽ അതിന് മുന്നേ പറഞ്ഞിരുന്നത് അതിന് മധ്യധരണ്യാഴി കടൽ എന്നാണ്. ഈ മധ്യധരണ്യാഴി കടൽ, അതായത് മെഡിറ്ററേനിയൻ സീ, അതിനെയാണ് പാൽക്കടൽ എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിൽ. അല്ലെങ്കിൽ പേർഷ്യൻ ഉൾക്കടലാണ് ഈ പാൽക്കടൽ, ക്ഷീരാബ്ദി എന്ന് പറയുന്നത്. അവിടെ നിരവധിയായ ദ്വീപുകളാണ്. സപ്തദ്വീപുകൾ എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യമുണ്ട്. അത് എന്ന് പറയുന്നത് അറേബ്യയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന രണ്ട് പ്രധാന നദികളുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നാണ് ആ രണ്ട് നദികളുടെ പേര്. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വലിയ നദി ആഫ്രിക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഈജിപ്തിലേക്ക് പോകുന്നു. അത് നൈൽ നദിയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടത്തിൽ, അതായത് അറേബ്യയുടെ അടുത്ത പ്രദേശങ്ങളാണ് കേട്ടോ, അവിടെ പുന്തു, ബഹറിൻ, മെസോപ്പൊട്ടേമിയ, സുമേറിയ, അസീറിയ എന്നീ പ്രദേശങ്ങളുണ്ട്. ഇതൊക്കെയും കഠാർ ദ്വീപ സമൂഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദ്വീപ സമൂഹങ്ങളിലാണ് മനുഷ്യർ ആദ്യമായി വാസം ഉറപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ചരിത്രമൊക്കെ പറയുന്നത്. അത് എന്നാണ് ഈ മനുഷ്യവാസം ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ വ്യത്യസ്തങ്ങളായുള്ള അറിവുകൾ ശേഖരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടത്തിലാണ് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയത്. അതായത് സിവിലൈസ്ഡ് ആയിട്ടുള്ള, ആദ്യമായി സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ താമസം ഉറപ്പിച്ചത് ഈ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളായ മെസോപ്പൊട്ടേമിയ, സുമേറിയ, അസീറിയ, പുന്തു, ബഹറിൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ഇതിൻ്റെ അപ്പുറത്തു കൂടിയാണ് നൈൽ നദി കടന്നു പോകുന്നത്. ഈ നൈൽ നദിയുടെ തീരത്താണ് കഠാർ എന്ന് പറയുന്ന ദ്വീപമൊക്കെ നിലകൊള്ളുന്നത്. എന്നാൽ ഈ മനുഷ്യോത്ഭവം സംഭവിക്കുന്നത് എന്നാണെന്ന് കൂടെ നമ്മളൊന്ന് ചരിത്രപരമായിട്ട് ഒന്ന് പരിശോധിച്ചാൽ, മനുഷ്യനാദ്യമായിട്ട് ജന്മം കൊള്ളുന്നത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് എന്നാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ എന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ശാസ്ത്രത്തെ നല്ലതുപോലെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റില്ല. ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ജീനിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അല്ലാണ്ട് ആരും അതിൻ്റെ ഒരു രൂപത്തിൽ ഇങ്ങനെ ഇറക്കി വിട്ടതൊന്നുമല്ല. മനുഷ്യൻ്റെ ജീൻ 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ ഈ വനാന്തരത്തിൽ ഉദയം കൊള്ളുന്നു എന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് 70,000 വർഷമായി മനുഷ്യൻ നല്ല രീതിയിലുള്ള രൂപമായിട്ട്. ആ 70,000 കൊല്ലങ്ങളിലെ അവസാന 15,000 വർഷങ്ങൾ മനുഷ്യർ ഈ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി
നമ്മുടെ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീതടങ്ങളായിട്ടുള്ള മെസോപ്പൊട്ടേമിയ, സുമേറിയ, അസീറിയ, ബഹ്റിൻ, പുന്തോ തുടങ്ങിയ കടാർ ദ്വീപ സമൂഹത്തിൽ വസിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 15,000 വർഷമായി കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണ വളർച്ചയെത്തിയ, പൂർണ്ണമായും സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഈ മെസോപ്പൊട്ടേമിയയിലും യൂഫ്രട്ടീസിലും ഒക്കെ താമസിക്കാൻ തുടങ്ങിയിട്ട്, വളരാൻ തുടങ്ങിയിട്ട് എന്നാണ്. സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീനുണ്ടായത് എന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം സയൻറ്റിസ്റ്റുകൾ പറയുന്നു 3 ലക്ഷമല്ല, അതിനേക്കാളൊക്കെ എത്രയോ ലക്ഷങ്ങൾ മുൻപേ തന്നെ ഈ മനുഷ്യ വളർച്ചയുടെ ജീൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടി വരുന്ന ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാര്യം, മനുഷ്യ ഉത്ഭവത്തെ പറ്റിയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഒന്നും ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താനായിട്ട് സാധിക്കില്ല. സയൻസ് 3 ലക്ഷം വർഷം എന്ന് പറയുന്നത് 4 ലക്ഷം വർഷങ്ങൾ വരെയും അതിലേക്ക് അപ്പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞതുപോലെ അവർക്ക് എല്ലാവർക്കും ഭ്രാന്താണ്, പ്രത്യേകിച്ച് മാഷക്ക് ഭ്രാന്തായി എന്ന്. എന്താ മാഷക്ക് ഭ്രാന്തായി എന്ന് കുട്ടി പറഞ്ഞത്? 4, 3, 7 എന്ന് കുട്ടി ഭാഷയിൽ നിന്ന് കേട്ടു. 2-ാം ദിവസം മാഷ് പറയുന്നു 5, 2, 7 കുട്ടിക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പം കുട്ടി പറയാണ് നമ്മുടെ മാഷക്ക് ഭ്രാന്ത് പിടിച്ചു. പറഞ്ഞതല്ല പറയണത്. സയൻസിൽ പരിശോധിക്കുമ്പോൾ ഇതേപോലെയുള്ള പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല, പ്രത്യേകിച്ച് മനുഷ്യോത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ. കാരണം സയൻസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ അറിവുകൾ സ്വീകരിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണ് അത് വളരുന്നത്. ഇന്ന് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഇത് യഥാർത്ഥമായിട്ടുള്ളത് എന്ന് പറഞ്ഞു നിന്നാൽ അടുത്ത ദിവസം അത് മാറിക്കൂടാ എന്നില്ല. കാരണം സയൻസ് എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ അറിവുകൾ മനുഷ്യന് തന്നുകൊണ്ടേയിരിക്കുകയാണ്. പുരാണത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പുരാണങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു പ്രശ്നവുമില്ല. കാരണം കൽപ്പിതമായൊരു കഥയാണല്ലോ, കഥ ഉണ്ടാക്കി വെച്ചത് തന്നെ, പിന്നെ അതിനൊരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, വ്യക്തമായിട്ട് അറിയേണ്ടത്, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ സയൻറ്റിഫിക്കായിട്ട് കിട്ടിയിട്ടുള്ള അറിവാണ് ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീതടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ ഒരു 15,000 വർഷങ്ങളായിട്ട് സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കുകയാണ് അവരവിടെ. അവർക്കവിടെ കണ്ടമാനം പ്രദേശങ്ങൾ മനുഷ്യവാസമായി ഉണ്ടാക്കി അവർ. അവിടെ ചെറിയ ചെറിയ തെരുവുകൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ജനപദങ്ങൾ വരെ ആയി മെസോപ്പൊട്ടേമിയയിലും അസീരിയയിലും സുമേറിയയിലുമൊക്കെ. അത് ഏറ്റവും ചുരുങ്ങിയത് 15,000 വർഷങ്ങളുമെങ്കിലുമായിട്ടാവും ഉണ്ടാവും സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അതിനു മുൻപ് അവരുടെയൊക്കെ ജനനം എവിടെയെന്നും അവരെങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലേക്ക് അലഞ്ഞ് തിരിഞ്ഞ് വനാന്തരങ്ങളിൽ നിന്ന് എത്തിപ്പെട്ടതാണ് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ലല്ലോ. ഈ ഒറ്റ കാരണം കൊണ്ടാണ് സുമേറിയയും അസീറിയയും മെസോപ്പൊട്ടേമിയയും ഒക്കെ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദിമ കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്നത്. വളരെ അടുത്ത കാലത്തായിട്ട് ഖനനം ചെയ്തപ്പോൾ ഈ മെസോപ്പൊട്ടേമിയയിലും സുമേറിയയിലും മനുഷ്യവാസവും കൾച്ചേർഡായിട്ടുള്ള മനുഷ്യരും ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആദിമകാലത്ത് മനുഷ്യൻ്റെ സംസ്കാരം ഉടലെടുത്തത് ഈ പ്രദേശങ്ങളിലാണ്. അതേപോലെ തന്നെ നൈൽ നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളിലാണ്, കടാർ ദ്വീപ സമൂഹത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണം അവിടെ നമ്മുടെ സിന്ധു നദിയുടെ തീരത്തൊക്കെ ഉണ്ടായിരുന്ന ജനവാസത്തിനേക്കാളൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മനുഷ്യരുണ്ടായിരുന്നു എന്നാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് മനുഷ്യോത്പത്തി സംഭവിച്ചിട്ടുള്ളത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും
പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യർ 15,000 വർഷങ്ങളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീ തടങ്ങളിലായ മെസോപ്പൊട്ടേമിയയിലും സുമേറിയയിലും അസീറിയയിലും പുന്തുവിലും നമ്മുടെ ബഹ്റിനിലും കടാർ ദ്വീപസമൂഹങ്ങളിലും ഒക്കെ ആയിരുന്നു എന്ന്. ഇവിടെ ഒരു കാര്യം കൂടെ പ്രസ്താവിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മുന്നേറാം. അതായത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അതുല്യ പ്രതിഭാധനനായ അന്വേഷകൻ പറഞ്ഞത് മനുഷ്യരെല്ലാവരും ഒരു വീട്ടിൽ ഒരു കാലത്ത് ഒന്നിച്ച് ജീവിച്ചു പോന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദർശമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനമായ ഈ സാർവത്രിക സാഹോദര്യം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. സാർവത്രിക സാഹോദര്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ ആദ്യ പിതാവ്, ആദ്യ മാതാവ്, ആദ്യ കുടുംബം ഒരു റൂഫിന് താഴെ, അതാണ് ഒരു റൂഫിന് താഴെ ഒന്നിച്ച് ജീവിച്ചവരാണ്. അങ്ങനെ അവർ പല സ്ഥലങ്ങളിൽ പല വീടുകളായിട്ട് പോവുകയാണ്. പിന്നീട് ആ മെസോപ്പൊട്ടേമിയയിലും സുമേറിയയിലും പുന്തു നഗരത്തിലുമൊക്കെ അവർ പല വീടുകളും വെച്ച് പോയി. എങ്കിൽ തന്നെയും അവർക്ക് ഒന്നിച്ചുണ്ടായിരുന്ന ആദ്യകാല മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരുപാട് വിചാര, വികാര, ആചാര ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മനുഷ്യൻ ചെന്നെത്തിയത് ഈ കേന്ദ്രീകൃതമായ ഈ സെൻറ്ററിൽ നിന്നാണ്. അത് ഉന്തു നഗരത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ബഹ്റിൻ നഗരത്തിൽ നിന്നാണ് എന്നാണ്. അതാണ് ഈ സാർവത്രിക സാഹോദര്യം എന്ന് പറയുന്ന ദർശനത്തിൻ്റെ ഉൾക്കാമ്പ്, ബേസ് നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് അതേക്കുറിച്ച് വേറെയും പല തിയറികളുണ്ട്. സ്ഥലചലനവാദം എന്നൊക്കെ പറയുന്ന ഒരു തിയറിയുണ്ട്. അതും ഇതുമായിട്ട് ഏതാണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. ഈ സ്ഥലചലനവാദവും ഈ സാർവത്രിക സാഹോദര്യവും തമ്മിൽ നല്ല ബന്ധമുള്ളവരെയാണ്. കാരണം ഒരുമിച്ച് കേന്ദ്രീകൃതമായ ഒറ്റ സ്ഥലത്ത് ആദ്യകാലത്തെ മാതാപിതാക്കൾ, നമ്മുടെയൊക്കെ ആദ്യ പൂർവികർ താമസിക്കുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ, അവർ പിന്നീട് പല സ്ഥലങ്ങളിലേക്കും ചിതറിപ്പോയി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിയിട്ടും അവരവിടെ ആചരിച്ച ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചിന്തകൾ, വിചാര, വികാരങ്ങളൊക്കെയും അവരുടെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലും വിചാരിച്ചു നടന്നു, ആചരിച്ച് നടന്നു, ചെയ്തുകൊണ്ട് നടന്നു. അതുകൊണ്ട് അവർക്കൊക്കെയും തോന്നാൻ തുടങ്ങി, നമ്മൾ അങ്ങനെ വ്യത്യസ്തരല്ലല്ലോ, ഇത് തന്നെയല്ലേ പുന്തു നഗരം. അമേരിക്കയിലെ ഒരു പ്രദേശത്ത് ഇരിക്കുന്നവർ അവരുടെ പൂർവികന്മാരെ ആലോചിച്ച് ആ കാലത്ത് അന്ന് ഉണ്ടായ ആ സ്നേഹബന്ധത്തിൽ നിന്നുണ്ടായ ഒരുപാട് വിചാര, വികാരങ്ങൾ, അല്ലെ ആചാര നിഷ്ഠകളൊക്കെയും ഇവിടെയും അവർ അനുവർത്തിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ്, ഇത് നമ്മൾ ബഹ്റിൻ തന്നെയാണ്, ഇത് വേറൊരു സ്ഥലമല്ല, ഇത് മെസോപ്പൊട്ടേമിയ തന്നെ, അല്ലെങ്കിൽ ഇത് അസീറിയ തന്നെ, ഇത് സുമേറിയ തന്നെ എന്ന തോന്നൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ചരിത്രം അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ സ്ഥലചലനവാദം എന്ന് പറയുന്നത്. ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ല നമ്മുടെ വിഷയം. എങ്കിൽ തന്നെയും ഒരു കാര്യം അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഭാരതത്തിൽ അല്ല മനുഷ്യോൽപത്തി സംഭവിച്ചിട്ടുള്ളത്. പിന്നെയോ മനുഷ്യോൽപത്തി സംഭവിച്ചിട്ടുള്ളത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ്.
അത് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് എങ്കിൽ തന്നെയും അവസാനത്തെ 70,000 വർഷങ്ങളായിട്ടാണ് മനുഷ്യരൂപത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി പരിസരബോധത്തോടുകൂടി പെരുമാറാൻ തുടങ്ങിയത്. അതിൽ തന്നെ അവസാനത്തെ 15,000 വർഷങ്ങളാണ് മനുഷ്യർ നല്ലതുപോലെ സിവിലൈസ്ഡ് ആകുന്നത്, കൾച്ചേർഡ് ആകുന്നത്. ആ കൾച്ചേർഡ് ആയിട്ടുള്ള മനുഷ്യർ താമസിച്ചത് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അവരവിടെ അങ്ങനെ സുഖമായിട്ട് കഴിയായിരുന്നു. അവരങ്ങനെ വളരെ എന്താ പറയുക, സാഹോദര്യത്തോട് കൂടി തന്നെ കഴിയായിരുന്നു. പക്ഷെ അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാബിലോണിയ, സുമേറിയ, അസീറിയ, പുന്തു, ബഹറിൻ തുടങ്ങിയതായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ അവർ സിവിലൈസ്ഡ് ആയിട്ട് കഴിയുന്ന സമയത്ത് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, BC 5970 ഒരു അഗ്നിപർവ്വത സ്ഫോടനം സംഭവിക്കുകയാണ് അറേബ്യയിൽ. ഇതൊക്കെ മധ്യ ഏഷ്യയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്, മനസ്സിലായല്ലോ, പറഞ്ഞല്ലോ ആദ്യം. അറേബ്യയിൽ ഒരു വോൾക്കാനോ സ്ഫോടനം സംഭവിക്കുകയാണ്, അഗ്നിപർവ്വതം പൊട്ടുകയാണ്. ആദ്യത്തെ പ്രളയം എന്ന് പറയുന്നത് അതാണ്. അഗ്നിപർവ്വത സ്ഫോടനം സംഭവിക്കുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും എന്നുള്ളതൊന്നും ഒന്നും പറയാതിരിക്കുന്നതാണല്ലോ കുറച്ചുകൂടെ നന്നാവുക. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും മരണത്തിന് വിധേയരാവുകയാണ്. ഫസ്റ്റ് ലോക പ്രളയം എന്ന് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടനമാണ്, വാൾക്കാനോ ഇറപ്ഷനാണ്. അത് അറേബ്യയിലുള്ള ഒരു വാൾക്കാനോ ഇറപ്ഷനാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, ഇപ്പം നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ അറേബ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശമായതുകൊണ്ട് ഈ വോൾക്കാനോ സ്ഫോടനം അവരുടെ ജീവനുകളിലെയാണ് ബാധിച്ചത്. അവിടെ ഉണ്ടായ വിപത്ത്, അവിടെ ഉണ്ടായ എന്താ പറയുക, നാശം, അത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ആരെക്കൊണ്ട് സാധിക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ പറയുന്നില്ല. അവരെങ്ങനെയൊക്കെയോ കുറേ ആൾക്കാർ അതിനെ അതിജീവിച്ചു എന്ന് മാത്രം പറയാം. എങ്ങനെയൊക്കെയോ അതിജീവിച്ചവർ പിന്നെയും കുറേ ഉണ്ടായി. കുറേ പ്രദേശങ്ങളുണ്ടല്ലോ, കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു, ടൗൺഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവശേഷിച്ച ജനങ്ങൾ അവിടെ തന്നെ കഷ്ടിച്ച് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് BC 3000 വീണ്ടും ഒരു പ്രളയം ഉണ്ടാകുകയാണ്. അത് വോൾക്കാനോ ഇറപ്ഷൻ അല്ല, മറിച്ച് അത് ജലപ്രളയമാണ്. അതിന് ബാബിലോണിയൻ പ്രളയം എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ അറേബ്യൻ പ്രളയം എന്ന് പറയുന്നത് വോൾക്കാനോ ഇറപ്ഷനും, രണ്ടാമത്തെ 3000 സംഭവിച്ച ഈ പ്രളയം ജലപ്രളയവുമായിരുന്നു. ഈ ജലപ്രളയം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പറയേണ്ടതില്ല, അവിടെ ജീവിതം എന്ന് പറയുന്നത് അസഹ്യമായി തീരാണ്. പ്രത്യേകിച്ച് ഈ മധ്യധരണ്യാഴി കടലിലുള്ള ഈ ദ്വീപ സമൂഹങ്ങളിൽ ഏത് സമയത്തും വെള്ളപ്പൊക്കമുണ്ടാവാം, ഏത് സമയത്തും വമ്പിച്ച രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാം. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ജീവിക്കുകയായിരുന്നു വലിയ പ്രതീക്ഷകൾ കൊണ്ട്. അപ്പം രണ്ടാമത്തെ പ്രളയമായ ജലപ്രളയം സംഭവിച്ചതോടുകൂടെ പിന്നെ അവിടെ ജീവിക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല, അവിടെ പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല എന്ന ഒരു ധാരണ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഈ മെസോപ്പൊട്ടേമിയ, അസീറിയ, സുമേറിയ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ, ബാബിലോണിയ തുടങ്ങിയതായുള്ള സ്ഥലങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്യപ്പെടുന്നത്. വെക്കേറ്റ് ചെയ്യപ്പെടുന്ന അവിടെ ആൾക്കാർ പോവുക. അവരെവിടേക്കാണ് പോയത്? അതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ രണ്ടാം പ്രളയം കഴിഞ്ഞതോടുകൂടെ മനുഷ്യജീവിതം അവിടെ അസഹ്യമാണ്, ഇനിയും എത്രയോ ദുരന്തങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ബോധ്യപ്പെട്ട അനവധിയായ അവിടുത്തെ വാസികൾ, താമസക്കാർ കിട്ടിയ സ്ഥലത്തേക്ക് പോവാണ്. കിട്ടിയിടത്തേക്ക് ഒരു വീട് തികത്തിക്കൊണ്ടിരിക്കുമ്പോഴോ, ഒരു വീട് പ്രളയജലത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴോ
അവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുന്നത് തന്നെ ക്രൂരതയാണ്. അവർ കിട്ടിയ രീതിയിൽ, പറ്റിയ രീതിയിൽ, നീന്തിയിട്ടാണെങ്കിൽ നീന്തിയിട്ട്, തുഴഞ്ഞിട്ടാണെങ്കിൽ തുഴഞ്ഞിട്ട്, ചങ്ങാടത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, ചെറിയ ചെറിയ കേവ് വെള്ളങ്ങളിൽ ആണെങ്കിൽ അങ്ങനെ, ഏതൊരു സാഹചര്യത്തിലും അവിടെ നിന്ന് രക്ഷപ്പെടുക, ജീവൻ കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ജീവനാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും പല സന്ദർഭങ്ങളിൽ, ഒറ്റ സന്ദർഭത്തിലല്ല കേട്ടോ ഇത് സംഭവിക്കുക, പല സന്ദർഭങ്ങളിലായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും പോയി എന്നാണ്, യാത്ര ചെയ്ത് പോവുകയാണ്. അത് പ്രധാനമായിട്ടും കിഴക്കോട്ടും വടക്കോട്ടുമാണ് അവർ സഞ്ചരിച്ചത് എന്നാണ് പറയുന്നത് ചരിത്രം. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തവരിൽ ഒരു കൂട്ടം ആൾക്കാർ ഭാരതത്തിലെ സിന്ധു നദിയുടെ തീരത്തെത്തുകയാണ്. അതാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ ഭാരതത്തിലെ സിന്ധു നദിയുടെ തീരത്തെത്താണ് ഒരു സംഘം ആൾക്കാർ, ആദ്യ സംഘം. അപ്പോൾ ഭാരതത്തിൻ്റെ സിന്ധു നദിയുടെ തീരത്ത് ആദ്യമായിട്ട് മനുഷ്യരുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്ന് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിന്ധു നദിയുടെ തീരത്ത് വന്നെത്തിയ ആദ്യ ഗ്രൂപ്പ്, ആദ്യത്തെ കുടിയേറ്റക്കാരാണ്. ആദ്യത്തെ കുടിയേറ്റക്കാരാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുടിയേറ്റക്കാരായിട്ടാണ് മനുഷ്യരുണ്ടായിട്ടുള്ളത്. എക്സെപ്റ്റ് നമ്മുടെ ഈ ആഫ്രിക്കൻ വനാന്തരങ്ങൾ അല്ലെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങൾ, അവിടെ ഉൽപ്പത്തി. ഈ വന്നവരിൽ ആണ് സിന്ധു നദിയുടെ തീരത്ത് ജനവാസം ആരംഭിക്കുന്നത്. ഈ ജനവാസം എന്ന് പറയുന്നത് ആദ്യം ഒരു സംഘം വന്നു എന്ന് വെച്ച് ആ വരവ് നിന്നില്ല. പിന്നെ പോയവർക്കൊക്കെ കുഴപ്പമില്ല. സിന്ധു നദിയുടെ തീരത്ത് വന്നെത്തിയ ആൾക്കാർക്ക് മനസ്സിലായി, അടിപൊളി സ്ഥലം, ശുദ്ധമായ വായു, സുന്ദരമായ ഭൂപ്രകൃതി, വിത്തിട്ടാൽ മതി, ഏത് രീതിയിൽ വേണമെങ്കിലും വിളവ് കിട്ടും, സുലഭമായി വെള്ളം, വല്ലാതെയൊന്നും പ്രളയ ഭീഷണിയില്ല, വല്ലാതെയൊന്നും പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയും ഇല്ല. ഈ കാര്യങ്ങൾ മാത്രം മതിയല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാപിക്കാൻ. അവരവിടെ ജീവിക്കുകയാണ്, അവരവിടെ വീടുകൾ വെച്ച് താമസിക്കുകയാണ്. അവരോടൊപ്പം തന്നെ അവരുടെ പഴയ ആൾക്കാർ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെയും പല സന്ദർഭങ്ങളിലായിട്ട് വന്നു ചേരുകയാണ്. അവിടെ നല്ല ജനവാസമാവുകയാണ്. അവിടെ ഗ്രാമങ്ങളുണ്ടാകുന്നു, അവിടെ തെരുവുകൾ ഉണ്ടാകുന്നു സിന്ധു നദിയുടെ തീരത്ത്. ആ തെരുവുകൾ എന്തിനധികം പറയുന്നു, ജനപദങ്ങൾ പോലുമായി മാറുന്നു. ഒരു ജനപദം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ചെറിയ ഠാവട്ടമൊന്നുമല്ല, ഏതാണ്ട് ഒരു ജില്ലയുടെയൊക്കെ വലുപ്പം വരുന്ന രീതിയായി കൈവരികയാണ്. അവിടെയൊക്കെ നല്ല ജനവാസവും ഉണ്ടാവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു പ്രശ്നം സംഭവിക്കുന്നു. മനുഷ്യരില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ധാരാളമായി ഉണ്ടാകുമ്പോൾ വേറെ ഒരു കുഴപ്പമുണ്ട്, അവിടെ അനാർക്കി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അരാജകത്വം സംഭവിക്കുകയാണ്. അവിടെ മര്യാദകളൊന്നും ഇല്ലാണ്ടാവുകയാണ്. അവിടെ യാതൊരു തരത്തിലുള്ള നീതിന്യായങ്ങളൊന്നുമില്ല. ആരാണ് നീതി നടത്താനുള്ളത്? ആരാണ് ന്യായം പറയുവാനുള്ളത്? ആരാണ് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുവാനുള്ളത്? ആരുമില്ല. അതേസമയത്ത് ജനം ഇങ്ങനെ കണ്ടമാനം പെരുകാൻ തുടങ്ങി. തെഫ്റ്റുകൾ സംഭവിക്കുന്നു, കൊള്ളകൾ സംഭവിക്കുന്നു, കൊലപാതകങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ ജനങ്ങൾ കൂടുതലായാൽ ഉണ്ടാകുന്ന എല്ലാ വിപത്തുകളും സിന്ധു നദിയുടെ തീരത്ത് അങ്ങ് ഉണ്ടാവുകയാണ്, അരങ്ങേറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെന്ത് ഒരു വഴി എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോ. ഇങ്ങനെ മനുഷ്യർ അനാഥരായി കൊല്ലപ്പെടുകയാണ്. യാതൊരു സംരക്ഷണവുമില്ല, യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനുമില്ലാതെ എങ്ങനെയാണ് മനുഷ്യവർഗം ജീവിക്കുക, താമസിക്കുക?
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുരാണങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പുരാണങ്ങൾ പറയും ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെടാണ്. ബ്രഹ്മാവ് വന്നിട്ട് അവർക്ക് മര്യാദ പഠിപ്പിക്കുവാനുള്ള തീരുമാനം എടുക്കുകയാണ്. ബ്രഹ്മാവ് ഒരു രാജാവിനെ കണ്ടെത്തുകയാണ്. അങ്ങനെ രാജാവിൻ്റെ അധികാരത്തിൽ ആ പ്രദേശങ്ങൾ മുഴുവൻ ആക്കുകയാണ്. അങ്ങനെ രാജാവിന് ഭരണം നടത്താനായിട്ട് ബ്രഹ്മാവ് ഒരു നീതിശാസ്ത്രം എഴുതി കൊടുക്കുകയും കൂടിയാണ്. അങ്ങനെയാണ് രാജഭരണം എന്ന് പുരാണങ്ങൾക്ക് പറയുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് കൂടെ നമ്മളൊന്ന് അറിയണം. ഏത് ബ്രഹ്മാവാണ് വരാനുള്ളത്? അതൊക്കെ പുരാണ കഥയല്ലേ? യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ അറിയേണ്ടത്. ചരിത്രപരമായിട്ട് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു ചരിത്ര സത്യമുണ്ട്. അത് എന്ന് പറയുന്നത് ഈ വന്നെത്തിയവരിൽ, അതായത് ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിന്നൊക്കെ, ഈ പുന്തു പിന്നെ ബഹ്റിൻ തുടങ്ങിയതായുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്നെത്തിയ ആൾക്കാരുടെ മേൽ സ്വാധീനമുള്ള ഒരു കാരണവര്, ഒന്നോ രണ്ടോ കാരണവന്മാരുണ്ടാവാണ്ടിരിക്കില്ല. അതിൻ്റെ ഒരു കാരണവരുടെ പേരാണ് ഭൃഗു എന്ന്. ഭൃഗു മഹർഷി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം ഭൃഗുകുലത്തിൻ്റെ തലവനാണ്. അദ്ദേഹം അവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളായതുകൊണ്ട്, കാരണവരായതുകൊണ്ട് വലിയ ദയാലുവാണ്, പരമസാത്വികനാണ്. അതാണ്, വലിയ ദയാലുവും പരമസാത്വികനുമായ അദ്ദേഹമാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ, പ്രത്യേകിച്ച് രാധാമുകുന്ദ് എന്ന് പറയുന്ന നരവംശ ശാസ്ത്രജ്ഞൻ്റെയൊക്കെ കണ്ടെത്തലിൽ ഭൃഗു മഹർഷിയാണ് ചരിത്രപരമായി നോക്കുമ്പോൾ ബ്രഹ്മാവ്. അത് ബ്രഹ്മാവ് എന്ന് പുരാണങ്ങളിലൊക്കെ പേരിട്ടിട്ടുള്ള ആൾ ഭൃഗു മഹർഷിയല്ലാതെ മറ്റാരുമല്ല എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു. ഇനി ഈ ബ്രഹ്മാവായ ഭൃഗു മഹർഷി എന്താണ് ചെയ്തത്? എങ്ങനെയാണ് അവിടെ അരാജകത്വത്തിൽ നിന്ന് സിന്ധു നദീതീരത്തെ രക്ഷിച്ചെടുത്തത്? രക്ഷയില്ലെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്ന അവിടെയുള്ള മനുഷ്യരെ മുഴുവനും എങ്ങനെയാണ് അദ്ദേഹം സംരക്ഷണ മേഖലയിലേക്ക് എത്തിച്ചത്? ഇമാതിരി കാര്യങ്ങളാണ് നമ്മളൊന്ന് അറിയേണ്ടത്. ഈ ഭൃഗു മഹർഷിയുടെ മകനോ മകന്റെ മകനോ ആണ് ശുക്രാചാര്യർ എന്നുകൂടെ ഞാൻ മുൻകൂറായി പ്രസ്താവിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഭൃഗു മഹർഷി എന്ന ബ്രഹ്മാവ് ഏതൊക്കെ രീതിയിലാണ് അവിടെ ന്യായവും നീതിയും സംരക്ഷണവും ഒക്കെ ഉണ്ടാക്കിയത് എന്ന കാര്യമാണ് ഇനി നമ്മൾ അറിയേണ്ടത്. അതിലൂടെയാണ് നമുക്ക് ഈ മൃതസഞ്ജീവിനിയെയും ശുക്രാചാര്യനെയും നല്ലതുപോലെ അറിയുവാൻ കഴിയുകയുള്ളൂ. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം എല്ലാവർക്കും.